ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പേപ്പർ കപ്പ് കൊണ്ട് 2 വാച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനൊരു പേപ്പർ കപ്പ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ 2 സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ വരുന്ന സൈഡ് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ. 2 സൈഡും നമ്മൾ മാറ്റി വെക്കാം, കളയരുത്, മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് കിട്ടണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡിൽ ആ ഡിസൈൻ ആയിരുന്നില്ല, അപ്പോൾ ഞാൻ വേറെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിലെ ഡിസൈൻ എടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പടമൊക്കെ വരച്ചിട്ട് ക്ലോക്കിൻ്റെ നമ്പേഴ്സൊക്കെ എഴുതാം. വേണമെങ്കിൽ നമുക്കിങ്ങനെ മിനിറ്റ്സൊക്കെ വരക്കാം, മിനിറ്റ്സ് ഇത് അറിയാനായിട്ടുള്ള വരക്കാം. പിന്നെ നമുക്കിനി സൂചി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി വന്ന പേപ്പർ കപ്പിൻ്റെ സാധനത്തിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സൂചിക്ക് കൊടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ നമ്മൾ മിനിറ്റ് സൂചി 2 സൂചി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വണ്ണമുള്ള ഒരു സൂചി ആയിരിക്കണം നമ്മുടെ മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി ഇത്. അപ്പോൾ മണിക്കൂർ സൂചി ആദ്യം വെക്കണം. മണിക്കൂർ സൂചി അപ്പോൾ നമ്മൾ ഈ തുളയിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. തുളയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. അപ്പോൾ ഇത്തിരി ചെറിയൊരു സൂചി മതിയല്ലേ നമുക്ക്. മിനിറ്റ് അധികം വലുത് വേണ്ട, അല്ല മണിക്കൂർ സൂചിക്ക് വലുതല്ലല്ലോ, തടി വണ്ണം ഉണ്ടെങ്കിലും വലുതല്ല. എന്നിട്ട് നമുക്ക് ഇവിടം വെച്ച് അതിനൊന്ന് മടക്കി കൊടുക്കാം, മടക്കി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു എല്ലായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് മിനിറ്റ് സൂചി ഇങ്ങോട്ടും കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് പുറകിൽ നമ്മൾ മടക്കി കൊടുക്കാം, 2 മടക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നീക്കാനൊക്കെ പറ്റും കേട്ടോ, ടൈം അനുസരിച്ച് നമുക്ക് നീക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ പൂട്ടാൻ പറ്റണ ഒരു ഇതാണ് ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ഇങ്ങനെ മടക്കാം. അതെങ്ങനെ നമുക്ക് കത്രിക കൊണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇത്തിരി ഇങ്ങനെ കുഞ്ഞിതാക്കി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് കിട്ടും. എന്നിട്ട് ഇത് ഇത്തിരി കൂടെ വലുതാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വലുതാക്കാം. ഇനി ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. കുറച്ച് വീതി വണ്ണം കുറച്ചിട്ട് കട്ട് ചെയ്യാം. ഈ സംഭവം കട്ട് ചെയ്ത് കളയണം കേട്ടോ, ഇതിൻ്റെ ഈ സംഭവം കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റാൻ പറ്റണം. ഇങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയും അതേപോലെ തുളയിട്ടിട്ട് ഇത് അതിൻ്റെ അകത്തേക്ക് കയറ്റാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ തുളയിട്ടെടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിന്ന് വലിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയോ. ഇപ്പോൾ നമ്മുടെ വാച്ച് ഫിനിഷായി. ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്.